ഹായ്, ഇന്ന് നമുക്ക് അമ്പലത്തിലൊന്ന് പോയിട്ട് വരാം. അടുത്തുള്ള അമ്പലത്തിലല്ല, കുറച്ച് ദൂരെയുള്ള അമ്പലത്തിലാണ്. ഞാനും അനിയത്തിയേ പോകുന്നുള്ളൂ കേട്ടോ. അച്ഛൻ വരുന്നില്ല. അപ്പം നമ്മൾ രാവിലെ തന്നെ കുളിച്ച് റെഡിയായി അമ്പലത്തിലേക്ക് പോവുകയാണ്. ഞങ്ങൾ ബസ്സൊക്കെ കയറി അമ്പലത്തിൻ്റെ അങ്ങോട്ട് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് നടക്കുവാണ്. അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് നടന്ന് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അമ്പലത്തിലൊക്കെ എത്തി കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ ആദ്യം തൊഴുതു. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നു. ഈ ഒരു മരം കണ്ടോ, ഇത് നാഗത്തിൻ്റെ പൂവാണ്. ഞാൻ ഈ ഒരു അമ്പലത്തിൽ മാത്രമേ അത് കണ്ടിട്ടുള്ളൂ. ഇത് മഹാദേവൻ്റെ അമ്പലം കേട്ടോ, മാനന്തവാടിയിലുള്ള. പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി മെയിൻ പരിപാടി ഫുഡ് അടിയാണ്. ഒന്നും കഴിക്കാതെയാണ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഒന്നിനും കൊടുക്കില്ലായിരുന്നില്ല. പൈനാപ്പിളിൻ്റെ ആണെങ്കിലും ഞാനെന്താ ഓറഞ്ചാണ് തോന്നുന്നത് വാങ്ങിയത്. ചട്ടി പൈനാപ്പിളിൻ്റെ അല്ലേ വാങ്ങിയത്. രണ്ടും കൊടുക്കില്ലായിരുന്നു. അടിച്ച് കയറ്റുന്നുണ്ട്. ഓറഞ്ചിനേക്കാളും പൈനാപ്പിൾ. ഇപ്പം നിങ്ങൾ കേട്ടത് എന്താണെന്നറിയോ? ഇവിടെ തന്നെ ഫുഡ് കഴിച്ചിട്ട് ആ കടയിൽ തന്നെ വന്നിരുന്നിട്ട് അന്ന് കഴിച്ച ഫുഡിനെ കുറിച്ച് കുറ്റം പറയുന്ന എൻ്റെ സ്വന്തം അനിയത്തി. എന്നിട്ട് പിന്നെ ഞാൻ അവൾക്ക് ഒരു ചിക്കു വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ഞാനൊരു ബർഗറും ലൈമും വാങ്ങി. ചിക്കു വാങ്ങി കൊടുത്തു കഴിഞ്ഞിട്ട് അവൾക്ക് പിന്നെ മോമോസ് വേണം. പിന്നെ ഞാൻ അവൾക്ക് മോമോസ് വാങ്ങിക്കൊടുത്തു. മോമോസ് കഴിച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് പിന്നെ ലൈമ് വേണം. അതിന് ഞാൻ ലൈവ് വാങ്ങിച്ചു കൊടുത്തു. എല്ലാം കൂടെ ഒരുമിച്ച് പറയത്തില്ല, ഓരോന്നോരോന്ന് തീരുമ്പോഴേ ഓരോന്ന് പറയാം. ഇതിപ്പോൾ കണ്ടാൽ നമ്മൾ ഫുഡ് അടിക്കാനാണ് പോയെന്ന് വിചാരിക്കും. പിന്നെ നമ്മൾ അച്ചമ്മയ്ക്ക് കുഴമ്പൊക്കെ വാങ്ങി ബസ് കയറി തിരിച്ച് വീട്ടിലേക്ക് പോന്നു. മെയിൻലി എപ്പോഴും ഇറങ്ങുന്ന ആ ഒരു സ്റ്റോപ്പിലല്ല നമ്മൾ ഇറങ്ങിയത്, വേറൊരു സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നടക്കിയത്. പിന്നെ അവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ വീട്ടിൽ